ಅದೇನೋ ಅವ್ರಿಗೆಲ್ಲ ಅವರು ದೊಡ್ಡ ಧೈರ್ಯವಂತ ಅವೆಲ್ಲ ಅವ್ರಿಗೆ ಮ್ಯಾಟ್ರೇ ಅಲ್ಲ ಅದು. കാരണം സമൂഹത്തിൻ്റെ വളരെ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ അവർക്ക് എന്ത് സഹായം ചോദിച്ചാലും ചെയ്യുന്ന ഒരാളാണ്. പല ഏജൻസികളും, ഒരു ഏജൻസിയും കുറ്റം പറയാനല്ല, ആൾക്കാരെ, വ്യവസായികളെ വേട്ടയാടാനും രാഷ്ട്രീയ ആയുധങ്ങളായി ഉപയോഗിക്കപ്പെടാനും ഉള്ളതാണ്. IT ഉദ്യോഗസ്ഥർ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയെന്നും കോൺഫിഡന്റ് ഗ്രൂപ്പ് ലീഗൽ അഡ്വൈസർ പ്രകാശ് പറഞ്ഞു. വൈകിട്ട് 3:15 സംഭവം. എന്നാൽ ഓഫീസിൽ നടന്നത് റെയ്ഡാണെന്ന് ആദായനികുതി വകുപ്പ് സ്ഥിരീകരിക്കുന്നില്ല. ഹലായ മുകേഷ് യാദവ് മാധവ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, വൈകിട്ട് 3:15 ഇത് സംഭവിക്കുന്നത്. പക്ഷെ പോലീസ് ഇത് അറിയുന്നത് 4 മണിക്കാണ്. എന്തുകൊണ്ട് ഒരാളുടെ മരണത്തിനിടയാക്കിയ സംഭവം നടന്നിട്ട് പോലീസ് ഇത്രയും വൈകി എന്തുകൊണ്ട് അറിഞ്ഞു? പോലീസിനെ ആരാണ് ഇത്രയും വൈകി അറിയിച്ചത്? അവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വലിയ റെയ്ഡൊക്കെ നടക്കുന്ന സമയത്ത് അവരുടെ കയ്യിലുള്ള ഫോണും തോക്കും എല്ലാം വാങ്ങി വെക്കേണ്ടത് ഇവർ തന്നെയാണ്. എന്നാൽ റോയി എന്ന് പറയുന്ന വ്യക്തിക്ക് ആ തോക്ക് ഈസിയായിട്ട് എടുക്കാൻ കഴിയുകയും അദ്ദേഹം തന്നെ വെടിവെച്ച് മരിച്ചു എന്നാണ് പല വാർത്തകളിലും റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നത്, ഇത്രയും ആസ്തിയുള്ള, ഏകദേശം 9,000 കോടിയോളം ആസ്തിയുള്ള ഒരു വ്യക്തി ഇമ്മാതിരിയുള്ള ബുദ്ധിയില്ലായ്മ കാണിക്കുമോ? അങ്ങനെ കാണിക്കുകയാണെങ്കിൽ തന്നെ അതിനെന്തെങ്കിലും തക്കതായ കാരണം വേണം. ഒരു റെയ്ഡ് വന്നതുകൊണ്ട് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഇദ്ദേഹം ആദ്യമായിട്ടാണോ റെയ്ഡ് ഫേസ് ചെയ്യുന്നത്? ഇവിടെയൊക്കെ പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. റോയി ആത്മഹത്യ ചെയ്തതാണോ, ഇനി റോയിയെ കൊന്നതാണോ എന്ന് വരെ സംശയിക്കുന്നുണ്ട്. അതിനുള്ള പ്രൂഫ് അവരുടെ കയ്യിൽ തന്നെ കാണുമായിരിക്കും. എന്നാൽ ഈ സമയത്തിൻ്റെ വ്യത്യാസം, 3:15 ഈ സംഭവം നടന്നിട്ടുണ്ടെങ്കിലും പോലീസ് അറിയുന്നത് 4 മണിക്കാണ്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയോ എവിടേക്കെയോ ചീഞ്ഞു നാറുന്നത് പോലെ തോന്നുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം തന്നെ തോക്കെടുത്ത് തൻ്റെ ജീവിതം അവസാനിപ്പിച്ചതാണെങ്കിൽ തന്നെ അങ്ങനെ അവസാനിപ്പിക്കാൻ എന്തെങ്കിലും തക്കതായ കാരണം കാണും. കാരണം ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊരു തോന്നലുണ്ടായതിനു ശേഷമായിരിക്കണം അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അല്ലാത്ത പക്ഷം ഇതുപോലുള്ള വ്യവസായികൾ പല റെയ്ഡും അഭിമുഖീകരിച്ചിട്ടുള്ളവരായിരിക്കും, പല റെയ്ഡും ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളവരായിരിക്കും. അങ്ങനെയുള്ള അവസരത്തിൽ ഈ റെയ്ഡിന് മാത്രം എന്താണ് ഇത്ര പ്രത്യേകതയെന്ന് തോന്നിപ്പോകും. അവിടെയൊക്കെ ആലോചിക്കേണ്ടത്, ഇതിനും മാത്രം എന്താണ് അവിടെ നിന്ന് കിട്ടിയത്? അതിനെക്കുറിച്ചൊന്നും ഒരു ക്ലാരിറ്റിയും ലഭിക്കുന്നില്ല. അല്ല, ആ റോയി എന്ന് പറയുന്ന വ്യക്തി മരിക്കണമെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം വേണ്ടേ? വെറുതെ പോയി തന്നെത്താനെ വെടിവെച്ച് ചാവുമോ? ഈ ഒരു വാർത്ത കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അറിയത്തില്ല, എനിക്ക് അത്ര വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ തോന്നുന്നില്ല. ഒന്നുകിൽ ഇദ്ദേഹത്തെ നല്ല രീതിയിൽ പ്രഷർ ചെയ്തിട്ടുണ്ടായിരിക്കാം, നല്ല രീതിയിലുള്ള മാനസിക സംഘർഷം ഇദ്ദേഹത്തിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. ഏതെങ്കിലും രീതിയിൽ ഇനി മരണമല്ലാതെ വേറൊരു വഴിയില്ല എന്ന് അദ്ദേഹത്തിന് തോന്നലുണ്ടാക്കി അദ്ദേഹത്തെ പ്രഷർ ചെയ്തതിൻ്റെ ഫലമായിട്ട് തന്നെ ആയിരിക്കും അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഇവിടെയൊക്കെ ഈ വാർത്ത കേട്ടപ്പോൾ ഈ മീഡിയയിൽ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല. ഇതിലൊക്കെ എന്തൊക്കെയോ പിന്നിൽ നിന്ന് കളിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികളുടെ കളിയാണോ അറിയില്ല. ഇതുപോലുള്ള വ്യവസായികളെ ചൂഷണം ചെയ്യുക, വരുതിയിൽ കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ ചെയ്തതാണോ എന്നും അറിയില്ല. അതൊക്കെ അന്വേഷിക്കേണ്ടതാണ്. ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്നതിനിടെ ജീവൻ ഒടുക്കി പ്രമുഖ ബിൽഡറും കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമയുമായ ബംഗളൂരു അശോക് നഗറിലെ കോൺഫിഡന്റ് പെന്റഗൺ എന്ന കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ച് സ്വയം വെടിവെച്ചു. കഴിഞ്ഞ 3 ദിവസമായി കോർപ്പറേറ്റ് ഓഫീസിൽ IT പരിശോധന നടക്കുന്നുണ്ടായിരുന്നതായും വെടിയുതിർത്ത വിവരം കിട്ടിയത് 4 മണിയോടെയാണെന്നും ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ സീമന്ത് കുമാർ സിംഗ് പറഞ്ഞു. അതെ, റോയി എന്ന് പറയുന്ന വ്യവസായി വെടിവെച്ച് മരിച്ചത് 3:15 പക്ഷെ പോലീസ് പറയുന്നത് 4 മണിക്കാണ് അറിഞ്ഞതെന്ന്. അതെന്താണ് ഇങ്ങനൊരു സംഭവം നടന്നിട്ടും ഇത്രയും വൈകി പോലീസ് അറിഞ്ഞത്? അവിടെ പലരും ആ സമയത്തും പറയുന്നുണ്ട് ഇദ്ദേഹം മരിച്ചതിന് ശേഷവും അവിടെ റെയ്ഡ് നടന്നുകൊണ്ടേയിരുന്നെന്ന്. ഒരുപക്ഷെ ഇത്രയും ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ജീവനക്കാരുണ്ടോ എന്ന് വരെ സംശയം തോന്നിപ്പോവും. ഒരു മരണം പോലും അവരെ ബാധിക്കുന്നില്ല എന്ന രീതിയിൽ അത്രയ്ക്ക് പോലും മാനസിക പരിഗണന ഇല്ലയോ എന്ന് വരെ ചോദിച്ചു പോകും. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? എല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പ്രവൃത്തി കൊണ്ട് മനുഷ്യൻ്റെ ജീവൻ എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് തെറ്റായിട്ടുള്ള കാര്യമല്ലേ? എന്നിട്ടും പോരാഞ്ഞ് റോയ്ക്കേരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തിന് ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിൽ റോയ്ക്കേരെ കേസും എടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ രാഹുൽ ഈശ്വർ പറയുന്നതും സത്യമാണെന്ന് തോന്നിപ്പോകും. കാരണം രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതിൽ പ്രത്യേകിച്ച് ആരെ എടുത്തു പറയാനൊന്നുമില്ല. എല്ലാ രാഷ്ട്രീയക്കാരും ഇങ്ങനെ അവരെ ചൂഷണം ചെയ്യുന്നുണ്ട്. അതാണ് രാഹുൽ ഈശ്വരൻ പറഞ്ഞു വെക്കുന്നത്. പല ഏജൻസികളും, ഒരു ഏജൻസിയും കുറ്റം പറയാനല്ല, വ്യവസായികളെ വേട്ടയാടാനും രാഷ്ട്രീയ ആയുധങ്ങളായി ഉപയോഗിക്കുന്നത് A, B or C പൊളിറ്റിക്കൽ പാർട്ടിയുടെ അല്ല, എല്ലാ ഏജൻസികളും ഇതേപോലെ മിസ്യൂസ് ചെയ്യപ്പെടാറുണ്ടെന്ന കാര്യത്തിൽ സംശയം. ഒന്ന് ആലോചിച്ച് നോക്കുക. 9,000 കോടി രൂപയുടെ സ്വത്തുണ്ടെന്നാണ് പല മാധ്യമങ്ങൾ. മാത്രം ഒരു മാനസികമായ ടോർച്ചർ ഉണ്ടായി കാണണം. നമ്മൾ സ്വയം ഒരു തോക്കെടുത്ത് വെടിവെച്ച് അവസാനിപ്പിക്കണമെങ്കിൽ എന്തുമാത്രം ഹരാസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകണം, എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാകണം. തീർച്ചയായിട്ടും രാഹുൽ ഈശ്വർ പറയുന്നതിനോട് യോജിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് പൈസ ഒരു വിഷയമല്ല. ഏകദേശം 9,000 കോടിയോളം ആസ്തിയുള്ള ഒരു വ്യക്തിക്ക് ഈ റെയ്ഡൊന്നും ഒരു പുത്തരി ആയിരിക്കില്ല. പല റെയ്ഡുകളും കണ്ടു വളർന്ന വ്യക്തി തന്നെയാണ് ഈ റോയി. അങ്ങനെയുള്ളപ്പോൾ ഈ റെയ്ഡിന് മാത്രം എന്ത് പറ്റി? ഇനി വേണമെങ്കിൽ പറയാൻ റോയി അത്രമാത്രം കുറ്റം ചെയ്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്, ഇനി ഒരു നിക്കക്കളിയും ഇല്ല എന്ന് തോന്നിയപ്പോഴായിരിക്കും അങ്ങനെ ചെയ്തതെന്നും പറഞ്ഞ് കുറച്ച് പേര് പറയുന്നുണ്ട്. അതൊക്കെ എന്തുമാത്രം വിശ്വസിക്കാൻ കഴിയും? ഇവിടെ ആലോചിക്കേണ്ടത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, പല നാളുകളായിട്ട് ഈ റെയ്ഡും
ഡിസംബർ 3-ാം തീയതിയും അതിന് മുമ്പും ഒക്കെ ഇതുപോലുള്ള അന്വേഷണങ്ങൾ വന്നിരുന്നു. തുടർച്ചയായിട്ട് റോയ് എന്ന് പറയുന്ന വ്യക്തിയെ സമ്മർദ്ദത്തിലാക്കി കൊന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നുണ്ട്. വെറുതെ കിട്ടിയ പണമാണെങ്കിൽ അത് നഷ്ടപ്പെടുന്നതിൽ ഒരു ദുഃഖവും ആർക്കും കാണത്തില്ല. അത് അർഹിക്കാത്ത പണമല്ലേ, അത് നഷ്ടപ്പെട്ടാലും അവർക്കൊരു വിഷമം തോന്നത്തില്ല. പക്ഷെ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം, ബിസിനസ് ചെയ്തുണ്ടാക്കുന്ന പണം, അത് ചിലപ്പോൾ നഷ്ടപ്പെടുമെന്ന് തോന്നിയത് കൊണ്ടോ ഇല്ലെങ്കിൽ അദ്ദേഹത്തെ മോശമാക്കുന്നു എന്ന് തോന്നിയപ്പോഴോ ആയിരിക്കാം അദ്ദേഹം സ്വയം തൻ്റെ ജീവിതം അവസാനിപ്പിച്ചത്. ഇനി ജീവിതം അവസാനിപ്പിച്ചതാണോ, ഇനി അദ്ദേഹം തന്നെ വെടിവെച്ചതാണോ, ഇനി വേറെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഒന്നും അറിയത്തില്ല. പക്ഷേ ഈ റോയ് എന്ന് പറയുന്ന വ്യക്തി മറ്റ് ബിസിനസ്സുകാരെ പോലെ അല്ലായിരുന്നു. അദ്ദേഹം മനസ്സറിഞ്ഞ് സഹായിക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ തന്നെ അറിയാൻ കഴിഞ്ഞത്. പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ എൻ്റെ സുഹൃത്തുക്കളും അത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സമൂഹത്തിന് വേണ്ടി എന്ത് കാര്യങ്ങളും ചെയ്യാനും എന്താവശ്യപ്പെട്ടാലും അത് സന്തോഷകരമായി ചെയ്യുന്ന നല്ല ധാരണകർത്താവായിരുന്നു അദ്ദേഹം. കാരണം സമൂഹത്തിൻ്റെ വളരെ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ അവർക്ക് എന്ത് സഹായം ചോദിച്ചാലും ചെയ്യുന്നു. പിന്നെ വേറെ ബിസിനസ് ആയിക്കഴിഞ്ഞാൽ ഇത്രയും വാക്കുകൾ പറഞ്ഞാൽ അത്രയും ഡീസൻ്റായി ചെയ്യുന്ന ഒരാളാണ്. പറഞ്ഞ വർത്താനം അതുപോലെ തന്നെ കറക്റ്റായി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. മറുനാട്ടിൽ ജീവിക്കുന്ന എല്ലാ മലയാളികൾക്കും അത് വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു. മറുനാടുള്ള മലയാളികൾക്ക് മാത്രമല്ല, മലയാളികൾക്കെല്ലാം ഈ ഒരു വാർത്ത ഷോക്കിംഗ് തന്നെ ആയിരുന്നു. കാരണം ജനകീയമായിട്ടുള്ള പല TV ഷോകളും, അതായത് സ്റ്റാർ സിംഗർ, ബിഗ് ബോസ്, ഇവിടെയെല്ലാം മത്സരാർത്ഥികൾക്ക് കോടികൾ നൽകുന്നത് ഈ വ്യക്തിയായിരുന്നു. അവിടെയൊക്കെ സ്റ്റാർ സിംഗറിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ 50 ലക്ഷവും 1 കോടിയൊക്കെ നൽകുമ്പോൾ അതൊരു വലിയ സംഖ്യ തന്നെയായിരുന്നു. അവിടെയൊക്കെ അങ്ങനെയുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഈ റോയ് എന്ന് പറയുന്ന വ്യക്തി. അവിടെയൊക്കെ ചിന്തിച്ചു പോകുന്നത് അദ്ദേഹം എന്തിനിത് ചെയ്യണം. അതുപോലെ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് നിന്ന് പോകുന്ന ഈ വ്യക്തി ഇങ്ങനെ ഒരു ആത്മവിശ്വാസമില്ലാത്ത പ്രവൃത്തി ചെയ്യുമോ, അതോ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണോ എന്ന് തോന്നിപ്പോവും. അതിനവിടുത്തെ ജീവനക്കാർ തന്നെ പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇവർ നിരന്തരമായ റോയിയെ ടാർഗറ്റ് ചെയ്യുകയായിരുന്നു. അതായത് ഇന്ന് റോയിയെ അറസ്റ്റ് ചെയ്യാൻ വരികയാണ് എന്ന് റോയ്ക്ക് തന്നെ അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. ഡോക്ടർ റോയ് CJയെ അറസ്റ്റ് ചെയ്യുമെന്ന സൂചന ഉണ്ടായിരുന്നുവെന്നും 1 മണിക്കൂറോളം IT ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തുവെന്നും ജീവനക്കാർ മൊഴി നൽകി. ഡോക്ടർ റോയ് CJയുടെ മരണത്തിൽ ആത്മഹത്യയ്ക്ക് പോലീസ് കേസെടുത്തു. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഹെഡ് ഓഫീസിൽ IT റെയ്ഡ് നടക്കുന്നുണ്ട്. ഫയലുകൾ പരിശോധിക്കുന്നതിനിടെ കൂടുതൽ ഫയലുകൾ കൊണ്ടുവരാൻ ഡോക്ടർ റോയ് CJയോട് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. ഫയലെടുക്കാൻ മുറിയിലേക്ക് പോയ റോയ് CJ സ്വയം വെടിയുതിർക്കുകയായിരുന്നു. വെടിവെച്ച് കെട്ടെത്തിയ ജീവനക്കാർ വേഗത്തിൽ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. നേരത്തെ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത രേഖകൾ ഒരു മുറിക്കുള്ളിൽ സീൽ ചെയ്തു വെച്ചിരുന്നുവെന്നും അത് പരിശോധിക്കുക മാത്രമാണ് ചെയ്തതെന്നും ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. 3 ആഴ്ച മുമ്പ് കോൺഫിഡന്റ് അടക്കമുള്ള 4 ബിൽഡേഴ്സിന്റെ ഓഫീസുകളിൽ പരിശോധന നടത്തിയിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. അതെ, നല്ല ന്യായീകരണമാണ്. നേരത്തെ പിടിച്ചു വെച്ച പല രേഖകളും പരിശോധിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്, വേറൊന്നും താങ്കൾ ചെയ്തിട്ടില്ല. ഇതിന്റെ കൂടെയുള്ള മറ്റ് ഫയലുകൾ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. ഇതൊക്കെ എത്രമാത്രം വിശ്വസിക്കാൻ കഴിയും? ഫയൽ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു വിട്ടു. അദ്ദേഹത്തിന് മാനസികമായിട്ട് ഒരു സംഘർഷവും ഇല്ലായിരുന്നു. ആ സമയത്ത് അദ്ദേഹം സന്തോഷത്തോടെ പോയി തോക്കെടുത്ത് സ്വന്തം ജീവിതം അവസാനിപ്പിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ഇദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഇൻകം ടാക്സ് റെയ്ഡുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വലിയ സമ്മർദ്ദത്തിലായിരുന്നു എന്നുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ കഴിഞ്ഞ 3 ദിവസമായി ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ, കൊച്ചിയിൽ നിന്നുള്ള ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരാണ് 3 ദിവസമായി അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഉണ്ടായിരുന്നു. അവർ ഇന്നും ഓഫീസിലെത്തി. തുടർന്ന് അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയായിരുന്നു ഉച്ചയോടുകൂടി. ഈ ഓഫീസിലേക്ക് അദ്ദേഹം എത്തിയതിനു ശേഷം 1 മണിക്കൂറോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ചില ഡോക്യുമെന്റുകൾ ആവശ്യപ്പെട്ടു. ഈ ഡോക്യുമെന്റുകൾ CJ റോയ് കൈമാറി. കൂടുതൽ ഡോക്യുമെന്റുകൾ ആവശ്യപ്പെട്ടതോടുകൂടിയാണ് ഇദ്ദേഹം മുറിയിലേക്ക് പോയത്. തുടർന്നാണ് വെടിവെച്ച് കേൾക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സഹോദരൻ, അതുപോലെ തന്നെ ലീഗൽ അഡ്വൈസർ, ഇവരെല്ലാം തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ സമ്മർദ്ദത്തിലാക്കിയത് കൊണ്ടാണ് ഈ മരണം സംഭവിച്ചത് എന്നുള്ള ആരോപണമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. എന്തായാലും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കേരളത്തിന്റെ ചുമതലയുള്ള ജോസഫ്, അദ്ദേഹം നൽകിയ പരാതിയിൽ ഇപ്പോൾ അശോക് നഗർ പോലീസ് FIR. ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തെ നല്ല രീതിയിൽ സമ്മർദ്ദത്തിലാക്കിയിരിക്കണം. കുറ്റം ചെയ്തവനും അധ്വാനിക്കാതെ സമ്പാദിക്കുന്നവനും ഒക്കെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കത്ത് പോലുമില്ല. കുറ്റം ചെയ്യാത്തവനും ഇല്ലെങ്കിൽ അധ്വാനിച്ച പണം നഷ്ടപ്പെടുമ്പോഴും ഒക്കെയാണ് പലരും ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. അവിടെയൊക്കെ തോറ്റുപോയോ എന്നുള്ള ചിന്തയായിരിക്കാം അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ ആ രീതിയിൽ മാനസിക സംഘർഷം ഉണ്ടായത് കൊണ്ട് തന്നെ ആയിരിക്കണം അങ്ങനെ അവർ ചെയ്യുന്നത്. IT ഉദ്യോഗസ്ഥർ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയെന്നും കോൺഫിഡന്റ് ഗ്രൂപ്പ് ലീഗൽ അഡ്വൈസർ ಪ್ರಕಾಶ್ പറഞ്ഞു. ಅದೇನೋ ಅವ್ರಿಗೆಲ್ಲ ಅವರು ದೊಡ್ಡ ಧೈರ್ಯವಂತ, ಅವೆಲ್ಲ ಅವ್ರಿಗೆ ಮ್ಯಾಟ್ರೇ ಅಲ್ಲ. ಅದು ತನಿಖೆ ಆಗಬೇಕಾಗಿದೆ. ಇವರು ಈ ಮಟ್ಟಕ್ಕೆ ಇವತ್ತು ಹೋಗಿದ್ದಾರೆ ಅಂತಂದರೆ ಅದ್ರ ಹಿಂದೆ ಏನಾಗಿದೆ ಅನ್ನೋದನ್ನು ತನಿಖೆ ಆಗಬೇಕಾಗಿದೆ. ಬಹುಶಃ ಇರ್ಬೋದೇನೋ, ಅದು ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ಅದು ಗೊತ್ತಾಗ್ತೈತೆ. ಅವರ ಕುಟುಂಬ ವರ್ಗ ಅದನ್ನು ಹೇಳ್ತಾರೆ. ಆಗಿತ್ತು ಅಂತ ನಾವು ಕೇಳ್ಪಟ್ಟಿದ್ವಿ.
ಆದರೆ ಇವತ್ತಿನ ರೈಡು ಏನಾಗಿದೆ ಅದು ಅತ್ಯಂತ ಪ್ರೆಷರ್ ಮಾಡಿದ್ರು ಅಂತೇಳಿ ಕೇಳ್ಪಟ್ಟೆ. ನಾನು അത്യന്ത പ്രഷർ കൊട്ടു ಅಂತೇಳಿ കേൾപ്പട്ടെ. എന്തൊക്കെയോ പുകമറഞ്ഞ് നിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. സത്യാവസ്ഥ എന്താണ് നടന്നതെന്ന് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ഇവിടെ ഈ നിയമങ്ങളും റെയ്ഡുകളും എല്ലാം എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. പക്ഷെ അത് മനുഷ്യനെ തന്നെ ഇത്രമാത്രം സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഈ ബംഗളൂരുവിലെ വ്യവസായ ലോകത്ത് ഏറെ പ്രിയങ്കരനായിരുന്ന ഡോക്ടർ CJ റോയ് അദ്ദേഹമാണ് ഇന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ആസ്ഥാന മന്ദിരത്തിൽ വെടിയേറ്റു മരിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നത്. വൈകിട്ട് ഉച്ചതിരിഞ്ഞ് 3:15 കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. കൈവശം കരുതിയിരുന്ന തോക്ക് ഉപയോഗിച്ച്, അദ്ദേഹത്തിന്റെ ലൈസൻസ് ഉണ്ടായിരുന്ന ഈ തോക്കായിരുന്നു ഇത്. ഈ തോക്ക് ഉപയോഗിച്ചാണ് അദ്ദേഹം വെടിയുതിർത്തത്. വെടിശബ്ദം കേട്ട ഉടൻ തന്നെ ജീവനക്കാർ, സഹപ്രവർത്തകർ ഓടിയെത്തി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. HSR ലേഔട്ടിലെ ഈ ഓഫീസിന് സമീപത്ത് തന്നെയുള്ള നാരായണ ആശുപത്രിയിലാണ് എത്തിച്ചത്. പക്ഷെ മരണം സംഭവിച്ചിരുന്നു. എന്തായാലും വിശദമായ പരിശോധനകൾ ഇവിടെ നടന്നു. ഏത് ഘട്ടത്തിൽ എപ്പോഴാണ് അദ്ദേഹം ഇവിടെ എത്തിയിരുന്നത്, അതുപോലെ തന്നെ IT ഉദ്യോഗസ്ഥർ എപ്പോൾ എത്തി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു. എന്തായാലും നാളെ IT ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ബോറിംഗ് ആശുപത്രിയിലേക്ക്, സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെയായിരിക്കും നാളെ പോസ്റ്റ്മോർട്ടം നടക്കുക. എന്തായാലും കുടുംബാംഗങ്ങൾ എത്തിയതിനു ശേഷമായിരിക്കും ഈ സംസ്കാരത്തിന്റെ കാര്യത്തിലെല്ലാം തീരുമാനമുണ്ടാവുക. നാളെ സംസ്കാരം നടക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഇവിടെ സ്ഥലത്തെത്തി വിശദാംശങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയുണ്ടായി. ഇവിടെ ആലോചിക്കേണ്ടത് 9,000 കോടിയോളം സ്വത്തുവകകളുള്ളൊരു വ്യക്തിയാണ്. ആ വ്യക്തി സ്വന്തം ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും അത്രയും പൈസ സമ്പാദിച്ചത്? അവിടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം റെയ്ഡ് കണ്ടിരിക്കും, പല പല വീഴ്ചകൾ വന്നിരിക്കും, പല പല തകർച്ചകൾ വന്നിരിക്കും. അവിടെ നിന്നൊക്കെ കരകയറി ഇത്രയൊക്കെ എത്തിയിട്ട് ഇതുപോലൊരു സിമ്പിളായിട്ടുള്ള റെയ്ഡ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഗണ്ണ് ഉപയോഗിച്ച് സ്വയം ജീവിതം അവസാനിപ്പിച്ചെങ്കിൽ അതിലെന്തോ കാരണമുണ്ട്. അതിൽ നമ്മളറിയാത്ത എന്തൊക്കെയോ കാരണങ്ങൾ കാണും. ഒരുപക്ഷെ ഇനി ജീവിക്കേണ്ട എന്ന തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിൽ അത്രയും സമ്മർദ്ദം അദ്ദേഹത്തിന് മേൽ വന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം സ്വന്തം ജീവിതം അവസാനിപ്പിച്ചത്. ഇവിടെ പണക്കാരനാണോ പാവപ്പെട്ടവനാണോ എന്നൊന്നുമില്ല, ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത്. ആ ജീവൻ നഷ്ടപ്പെടാൻ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്നുകൂടി അന്വേഷിക്കേണ്ടതാണ്. എന്തായാലും നഷ്ടം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മാത്രമാണ്. ഈ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ, സീ യു.